ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എല്ലാവർക്കും ആക്ഷൻ ത്രില്ലർ സിനിമകൾ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വിയറ്റ്നാം സിനിമയാണ്. വിയറ്റ്നാം എന്ന് പറഞ്ഞാൽ ചൈനയുടെ തൊട്ടടുത്തായിട്ട് വരുന്ന ഒരു കൺട്രിയാണ്. അവിടെയും ഇഷ്ടംപോലെ ഇടിവീരന്മാരും ഇടിവീരത്തിമാരും നമ്മളതൊന്നും അറിയുന്നില്ല എന്നേ ഉള്ളൂ. എന്തായാലും നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന സിനിമയുടെ വൺലൈനും നമ്മൾ പറയുന്നില്ല. അതെന്താന്ന് വെച്ചാൽ ആക്ഷൻ സിനിമകളുടെ വൺലൈൻ പറഞ്ഞാൽ പിന്നെ സിനിമ കാണാനായിട്ട് വലിയ രസം ഉണ്ടാവില്ല. കാരണം അതിൻ്റെ വൺലൈൻ എന്ന് പറഞ്ഞാൽ സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന കാര്യങ്ങളായിരിക്കും. പിന്നെ അങ്ങോട്ട് മുഴുവൻ ആക്ഷൻ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തുടക്കത്തിൽ കാണിക്കുന്നതായിരിക്കും അതിൻ്റെ വൺലൈൻ. അതുകൊണ്ട് അത് പറയുന്നില്ല. എന്നാൽ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ആളുകൾ അത് വേണ്ട വേണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പറയാത്തത്. എന്തായാലും നമുക്ക് 2019 റിലീസ് ചെയ്ത ഫ്യൂരി എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു വലിയ ഫാക്ടറിയാണ് കാണിക്കുന്നത്. അതിൻ്റെ അകത്തു നിന്നും ഒരാൾ അടി കൊണ്ട് പുറത്തേക്ക് വന്ന് എന്നൊന്ന് ചെയ്യല്ലേ, തരാനുള്ള കാശ് ഞാൻ പിന്നെ തന്നോളാന്ന് പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെ അടിക്കുന്ന ആരാന്ന് വെച്ചാൽ ഒരു ലേഡിയാണ്. ആ ലേഡിയാണ് നമ്മുടെ ഹീറോയിൻ സുസുമി. അവളൊരു വട്ടിപ്പലിശ മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളാണ്. ആരെങ്കിലും ആ മുതലാളിയുടെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങി കൊണ്ടുപോയാൽ അത് തിരിച്ചു വാങ്ങാൻ വരുന്ന ആളാണ് ഇവള്. എന്നാൽ അവരുടെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞാൽ അവളുടെ കണ്ണി പിന്നെ ചോര ഉണ്ടാവില്ല. അടിച്ചിടിച്ച് കയ്യിൽ നിന്ന് പൈസയും വാങ്ങിയിട്ടേ കാശും വാങ്ങിയിട്ട് അവൾ പോവുള്ളൂ. എന്നാൽ ചില ഗുണ്ടായിസക്കാരുടെ അടുത്തെത്തിയാൽ കാശ് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അവർ തിരിച്ചും ചോദിക്കും, ഞാൻ കാശൊന്നുമില്ല, നീ എന്തോടി എന്നെ കൊല്ലുമെന്ന് ചോദിച്ച് അവർ വടിയും പാരയൊക്കെ വരുമ്പോൾ അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുക. എന്നാലും കഴിയുന്ന ആളുകളുടെ കയ്യിൽ നിന്നെല്ലാം കാശ് പിരിച്ച് അവൾ മുതലാളി ചേച്ചിയുടെ അടുത്തേക്ക് വരും. മുതലാളി ഒരു വലിയ ചേച്ചിയാണ്. വലിയ ചേച്ചി എന്ന് പറഞ്ഞാൽ ചെറിയ ചേച്ചി. അവർക്ക് വട്ടിപ്പലിശ പരിപാടി മാത്രമല്ല വേറെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എന്നാൽ ആ ജോലി ചെയ്യുന്ന ആളുകളോടൊന്നും കണ്ണി ചോരയില്ലാതെയാണ് അവരും പെരുമാറുക. എന്തായാലും നമ്മുടെ സുസുമി ചേച്ചി പിരിച്ച കാശെല്ലാം അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്ന നേരം രണ്ടാളുടെ കയ്യിൽ നിന്നുള്ള കാശ് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. അതിന് ദേഷ്യം വരും. നിന്നെ ഇവിടെ കൊണ്ടുവിട്ട ബായ്ത്തോട് എന്നോട് പറഞ്ഞിരുന്നത് നീ സിറ്റിയിലെ ബാറിലെ വലിയ ക്യാഷ് കളക്ടർ ആയിരുന്നു എന്നല്ലേ, എന്നിട്ട് നിനക്കെന്താ ഇവരുടെ കയ്യിൽ നിന്നൊന്നും കാശ് വാങ്ങാൻ പറ്റുന്നില്ലേ? അവരെന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ലേഡി പണ്ട് സിറ്റിയിൽ ഒരു ബാറിൽ അവിടുത്തെ ബോസിന്റെ കീഴിൽ ജോലി ചെയ്തിരുന്നു. അന്ന് അവളുടെ ജോലി ബാർ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു. എന്നാൽ ബാറിൽ വന്ന ആരെങ്കിലും മുട കാണിച്ചാൽ അവരെ അടിച്ചോടിക്കുകയാണ് ചെയ്യുക. പക്ഷെ പിന്നെ എന്തോ ഒരു കാരണത്താൽ ആ ബാറിൽ ജോലി ചെയ്തിരുന്ന ബായ്ത്തോട് എന്നൊരു മനുഷ്യൻ അവളെ ഈ നാട്ടിലേക്ക് അയക്കാണ് ചെയ്തത്. അതെന്തിനാന്ന് വെച്ചാൽ എനിക്കറിയില്ല, കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവായിരിക്കും. എന്തായാലും ചെയ്ത ജോലിയുടെ കാശ് മുതലാളി ചേച്ചി താഴേക്കിട്ടാണ് കൊടുക്കുക, അവളുടെ കൈ കൊടുക്കില്ല. അവിടുന്ന് നേരെ മാർക്കറ്റിൽ ചെന്ന് ഇറച്ചിയെല്ലാം വാങ്ങി തിരിച്ചു വരാൻ നേരം അവിടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചി മെല്ലെ സംസാരിക്കുന്നത് കേൾക്കാം. അവൾ ഇപ്പോഴും ചട്ടമ്പിയായിട്ട് തന്നെയാണോ നടക്കുന്നത്? അവളുടെ കൊച്ചിന്റെ തന്തയാരാന്ന് ഇപ്പോഴെങ്കിലും അവൾക്ക് മനസ്സിലായോ? അതിന് മറ്റേ ചേച്ചി പറയും, നീ എന്താ ഇപ്പൊ അവളുള്ളപ്പോൾ തന്നെ ഇതെല്ലാം സംസാരിക്കുന്നത്? അവൾ പോയിക്കോട്ടെ, എന്തിനാണ് അവൾ ബുദ്ധിമുട്ടിക്കുന്നത്? ഇതേ സമയം നമ്മുടെ സുസുമിക്ക് ഒരു പെൺകുട്ടിയുണ്ട്, ഒരു മകളുണ്ട്. അവൾ സ്കൂൾ വിട്ട് തിരിച്ചു വരുന്നേരം 2-3 പിള്ളേർ വന്ന് അവൾ ഉപദ്രവിക്കും. എന്താടി നിന്നോട് ഞങ്ങൾ സംസാരിച്ചാൽ നിനക്ക് എന്തെങ്കിലും തിരിച്ച് സംസാരിച്ചൂടെ? അങ്ങനെ അവൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സുസുമി അത് വടി വരുന്നത്. അവൾ ഓടി അവരുടെ അടുത്തേക്ക് ചെല്ലും. നിങ്ങളൊക്കെ എന്താണോ എൻ്റെ മകളെ കാണിക്കുന്നതെന്ന് സുസുമി ചോദിക്കുന്ന നേരം 2 പെൺകുട്ടികൾ പൊടി പിടിച്ചു പറിക്കാരി എന്ന് പറഞ്ഞ് അവിടുന്ന് ഓടിപ്പോകും. എന്നാൽ അവസാനം ഒരു കിറുക്ക് പയ്യനും കൂടി ഉണ്ട്. അവൻ ചോദിക്കും, എന്താടി ഉണ്ട കണ്ണുകാരി, നീ എന്നെ നോക്കിയാലൊന്നും എനിക്ക് പേടിയില്ല. എന്നിട്ട് അവിടുന്ന് അവൻ ഓടിപ്പോകും. മകളോട് നീ ഓക്കെ അല്ല എന്ന് ചോദിക്കുന്ന നേരം അവളുടെ മുഖത്താണെങ്കിൽ വലിയ തെളിച്ചൊന്നുമില്ല. അമ്മ ഇതുപോലെ ഒരു വട്ടിപ്പലിശക്കാരിയായി ജോലി ചെയ്യുന്നത് അവൾക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അമ്മ ഇന്നും വട്ടിപ്പലിശ ജോലിക്ക് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് അവൾ മിണ്ടാതെ അവിടുന്ന് പോവുകയാണ് ചെയ്യുക. അവർ താമസിക്കുന്നത് കായലിന് തൊട്ടടുത്തായിട്ട് ഒരു വീട്ടിലാണ്. സുസുമിക്ക് എങ്ങനെയാലും മകളെ പഠിപ്പിച്ച് വലിയൊരു നിലയിൽ എത്തിക്കണം എന്നാണ്. എന്നെപ്പോലെ മകളായി പോരുതെന്ന് അവൾക്ക് വലിയ പിടിവാശിയാണ്. വീട്ടിലെത്തിയാൽ അപ്പം തന്നെ മകളെ പഠിക്കാനിരുത്തി ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ഇരിക്കുകയാണ് നമ്മുടെ ആൾ ചെയ്യുക. എന്നാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയം അതിൽ ശ്രദ്ധയൊന്നും കിട്ടില്ല. ചോറെന്നൊക്കെ പറഞ്ഞ് കഴിക്കാൻ പറ്റുന്ന എന്തോ ഒരു സാധനം കലക്കി അങ്ങ് വെക്കുകയാണ് ചെയ്യുക. അങ്ങനെ അന്ന് അവർ രണ്ടുപേരും ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരം മകൾക്കാണെങ്കിൽ അതിന്റെ കറി തീരെ ഇഷ്ടമായില്ല. അത് നേരത്തെ മനസ്സിലാക്കിയിരുന്ന മകള് അവളുണ്ടാക്കിയൊരു കറി മുന്നിലേക്ക് വെക്കും. എന്നാൽ അമ്മക്കത് കണ്ടിട്ട് ചെറിയൊരു കുശുമ്പാണ് വരിക. അവള് കറി ഉണ്ടാക്കാനൊക്കെ മാത്രമായോ? പെട്ടെന്നാണ് ഒരാൾ വാതിലിൽ മുട്ടി ബഹളം ഉണ്ടാക്കുന്നത്. അതാരാന്ന് വെച്ചാൽ നമ്മുടെ പെണ്ണ് ഒരാളുടെ കയ്യിൽ നിന്ന് വട്ടിപ്പലിശ കൊടുത്ത ആളുടെ കയ്യിൽ നിന്ന് കാശ് തിരിച്ചു വാങ്ങാൻ ചെന്നപ്പോൾ കൊടുക്കാതെയായപ്പോൾ അവരുടെ കാല് തല്ലിയും കുടിച്ചു. ആ ഒടിഞ്ഞ ആളുടെ ചേട്ടനാണിപ്പോൾ വന്ന് ബഹളം ഉണ്ടാക്കുന്നത്. നീ എൻ്റെ അനിയൻ്റെ കാൽ ഒടിക്കാൻ മാത്രമായോ? നീ എങ്ങാനും പുറത്തു വന്നാൽ നിന്നെ നിന്റെ മകളെയും കൂടി ഞാൻ കത്തിച്ചു കളയും. എന്നാൽ ഈ ബഹളത്തിന്റെ ഇടയിൽ സുമി അത് എതിർക്കാൻ പോവില്ല. കാരണം മകളുടെ മുന്നിൽ നിന്ന് വലിയ അക്രമകാരിയാവാനായിട്ട് അവൾക്ക് വലിയ ഇഷ്ടമല്ല. മോളോട് പറയും, ഇതുപോലെ പല ആളുകൾ വന്ന് നിന്നെ പീഡിപ്പിക്കാൻ നോക്കും, എന്നാൽ അതിലൊന്നും നീ പേടിക്കാൻ പാടില്ല, നീ ധൈര്യമായിട്ട് നിൽക്കണം. അങ്ങനെ വീണ്ടും അവർ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരം സുമി ചോദിക്കും, നിനക്ക് കറി ഉണ്ടാക്കാനായി മീൻ വാങ്ങിക്കാൻ നിനക്ക് എവിടെന്നാ കാശ് കിട്ടിയേ? അത് ലോലി ആൻറ്റിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാ. നിങ്ങളുടെ കയ്യിൽ നിന്ന് ലോലി ആൻറ്റി കടം വാങ്ങിച്ചാൽ നിങ്ങൾ ആ കാശ് തിരിച്ചു ചോദിക്കാൻ ചെന്നാൽ അവരുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ വലിയ പ്രശ്നം ഉണ്ടാക്കില്ലല്ലോ. അതിന്റെ സ്നേഹത്തിൽ എനിക്ക് തരുന്ന സംഭവം. ലോലി ആൻറ്റി സുമിയുടെ മുതലാളിയുടെ കയ്യിൽ നിന്നും കാശ് കടം വാങ്ങുന്നതാണ്. എന്നാൽ തിരിച്ചു വാങ്ങാൻ നമ്മുടെ ആൾ ചെല്ലുന്ന നേരം അവരുടെ കയ്യിൽ തരാനായി ഒന്നും ഉണ്ടാവില്ല. സ്വന്തമായിട്ട് വീട് പോലും അവർക്കില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ നമ്മുടെ സുമി നിൽക്കില്ല, തിരിച്ചു പോരാണ് ചെയ്യുക. എന്നാൽ മകള് പറയും, ലോലി ആൻറ്റി പറഞ്ഞു
പറഞ്ഞു അവരുടെ കൂടെ നമുക്ക് മീൻ കൃഷി ചെയ്യാന്ന്. അമ്മയും കൂടെ വന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മീൻ കൃഷി ചെയ്യാലോ. എനിക്കാണെങ്കിൽ പഠിക്കാനും വലിയ ഇഷ്ടമല്ല. അമ്മ ഈ കാശ് പിടിച്ച് പറിക്കുന്ന പരിപാടിയെല്ലാം നിർത്തി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മീൻ കൃഷി തുടങ്ങാം, അതാണ് ഏറ്റവും നല്ലത്. സ്കൂളിലെ കുട്ടികളെല്ലാവരും എൻ്റെ അച്ഛൻ ആരാ, എൻ്റെ അമ്മ ആരാ അങ്ങനെയെല്ലാം ചോദിക്കുന്നു. എനിക്കതൊന്നും കേട്ടേക്കാൻ ഇഷ്ടമല്ല. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാം. എന്നാൽ സുമി ചോദിക്കും, നിനക്കെന്നെ സഹായിക്കാനൊക്കെ പറ്റുമോ? ഒരു ദിവസം സഹായിച്ചാലൊന്നും പോരാ, 2, 3, 4 അങ്ങനെ എത്രയോ ദിവസം സഹായിക്കണം. അതുകൊണ്ട് മോളിപ്പോൾ പഠിക്കാൻ നോക്ക്. എന്നാൽ അതിഷ്ടപ്പെടാത്ത അവള് അമ്മയോടൊന്നും മിണ്ടാതെ അവിടുന്ന് പോവാണ് ചെയ്യുക. എന്നാൽ കുറച്ച് കഴിയുന്നേരം നമ്മുടെ സുമി എഴുന്നേറ്റ് ഒരു റൂമിൽ ചെന്ന് ഒരു പെട്ടി തുറക്കും. അതിലുണ്ട് അവളുടെ കുടുംബ ഫോട്ടോയും കൂടെ തന്നെ 2 കമ്മലും. ആ കമ്മൽ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കമ്മലാണ്. അവളുടെ അച്ഛനാണ് ആ കമ്മൽ കൊടുത്തത്. ആ ഫോട്ടോയിൽ കണ്ടത് അവളുടെ അച്ഛനെയും അമ്മയെയും അവളെയും അവളുടെ ചേട്ടനെയും ആണ്. അവരെല്ലാം ഇപ്പൊ എവിടെ പോയെന്ന് അറിയില്ല. എന്തായാലും അടുത്ത ദിവസം മാർക്കറ്റിലേക്ക് കയ്യിലുണ്ടായിരുന്ന കമ്മൽ പണയം വെക്കാനായി കൊണ്ടുപോവുകയാണ്. അതെന്തിനാന്ന് വെച്ചാ മകള് പറഞ്ഞിരുന്നല്ലോ ഈ വട്ടിപ്പലിശ പരിപാടിയെല്ലാം നിർത്തി കൃഷി ചെയ്യാന്ന്, മീൻ കൃഷി ചെയ്യാന്ന്. എന്നാൽ അത് വെറുതെ അങ്ങ് തുടങ്ങാൻ പറ്റില്ലല്ലോ, കൂടുതൽ കാശ് വേണമല്ലോ. അതിനാണ് ഈ കമ്മൽ പണയം വെക്കാൻ ചെല്ലുന്നത്. എന്നാൽ അതിന് കൂടുതൽ മൂല്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ കാശ് അവർ ഓഫർ ചെയ്യില്ല. എന്നാൽ അപ്പോഴാണ് തൊട്ടു പിന്നീന്ന് ഒരു അമ്മച്ചി ഇവളെന്റെ പേഴ്സ് കട്ടു എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുക. നമ്മുടെ ആൾ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുക പേഴ്സ് കട്ടത് ആരാന്ന് വെച്ചാൽ അവളുടെ മകളാണ്. മകള് പറയും, ഞാൻ ഒരിക്കലും പേഴ്സ് കട്ടെടുത്തിട്ടില്ല, അത് താഴെ വീണപ്പോൾ ഞാൻ എടുത്തു കൊടുക്കാനായി നിന്നതാ. എന്നാൽ ചുറ്റുള്ള ആളുകൾ പറയും അവള് പറയുന്നൊന്നും വിശ്വസിക്കേണ്ട, അവളൊരു കള്ളത്തിയാ. സുസുമി ചോദിക്കും, നീ എന്തെങ്കിലും ചെയ്തോ? അതിന് അവള് പറയും, എന്താ അമ്മയ്ക്ക് എന്നെ പോലും വിശ്വാസമല്ലേ? അപ്പൊ ചുറ്റുള്ള ആളുകൾ പറയും, അവളുടെ പോക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്, വേറെ എന്തെങ്കിലും കാണാൻ പറ്റും. എന്നാൽ ഞാൻ നിന്റെ പോക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ ചോദിക്കും, നിങ്ങൾ എന്താ അവർ പറയുന്നത് വിശ്വസിക്കുന്നത്? അവർ പറയുന്നത് മാത്രം വിശ്വസിക്കുന്നത്, ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഞാനൊന്നും കട്ടെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഓടിപ്പോകും. അവൾക്ക് അത്രത്തോളം വിഷമായി. എന്നാൽ ചുറ്റും കൂടിയിരിക്കുന്ന അമ്മച്ചിമാർ പറയും, കണ്ടില്ലേ, സ്വന്തം അമ്മയോട് പോലും ബഹുമാനമല്ല, പിന്നെ എങ്ങനെയാ കക്കാതിരിക്കുക? അപ്പോഴാണ് ആ പേഴ്സിന്റെ ഉടമയായ അമ്മച്ചിയുടെ ഭർത്താവ് അങ്ങോട്ട് വരുന്നത്. അങ്ങേര് പറയും, ഞാൻ എത്ര തവണ നിന്നോട് പറയാൻ ശ്രമിച്ചു, ഞാൻ കള്ള് കുടിക്കാൻ കുറച്ച് കാശ് എടുക്കാൻ നിന്റെ പേഴ്സ് കട്ടെടുത്തായിരുന്നു, എന്നാൽ അത് തിരിച്ചു വെക്കാൻ നേരം താഴെ വീണു. അവളത് എടുത്തു തരാൻ നോക്കി, അപ്പോഴാണ് നീ അവളെ കള്ളത്തി എന്ന് പറഞ്ഞ്. ഇത് കേൾക്കുമ്പോഴാണ് നാട്ടുകാർക്ക് എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്നുള്ള കാര്യം മനസ്സിലാവുക. അവരെല്ലാവരും കൂടെ അമ്മച്ചിയെ കുറ്റം പറയാൻ തുടങ്ങും. എന്നാൽ ഇതേ സമയത്ത് മകള് ഒരു കായലിനരികിൽ വന്ന് ഒരു പലകയുടെ മേലെ ഇരിക്കുക. അവൾക്ക് അത്രത്തോളം വിഷമായിട്ടുണ്ട്. എന്നാൽ അവളുടെ തൊട്ടു പിന്നിലെ കാരോ അവളെ കൊണ്ടുപോകാനായി വരുന്നുണ്ട്, പിടിക്കാനായി വരുന്നുണ്ട്. ഇതേ സമയം സുസുമി ആ പലിശക്കടയിൽ വന്ന് നിങ്ങൾ തരുന്ന കാശൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ആ കമ്മലും വാങ്ങിച്ച് തിരിച്ചു വരും. അങ്ങനെ മകളെ വിളിച്ചു നോക്കുക. എന്നാൽ എത്രയൊക്കെ വിളിച്ചിട്ടും അവൾ അവിടെ എവിടെയും കാണുന്നില്ല. അപ്പോഴാണ് കുറച്ചു പേര് അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന കാണുക. അവൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഓടിച്ചെല്ലാൻ ശ്രമിക്കും. അപ്പോഴേ കുരുത്തം വന്ന് അവളെ പിടിച്ചിടിക്കാൻ തുടങ്ങും. എന്നാൽ അവൾ ചില്ലറക്കാരിയല്ല, തിരിച്ച് പിരുത്ത അടിയാണ് കൊടുക്കുക. എന്നാൽ 2 എണ്ണം വെട്ടുകത്തിയുമായിട്ട് വരും. സുസ്മി അവരെയും കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോഴാണ് മനസ്സിലാവുക അവളൊരു സാധാരണക്കാരിയല്ല, അവൾക്ക് പിന്നിൽ എന്തോ വലിയ രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അവൾ പിരുത്ത ഫൈറ്റാണ് ഫൈറ്റ് ചെയ്യുന്നത്. അവരെല്ലാം അടിച്ചിട്ട് അവൾ മകളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുമ്പോഴാണ് ഒരുത്തം വന്ന് അവൾക്ക് ഒരൊറ്റ ചവിട്ടിടുക. അവൾ തെറിച്ച് താഴെ വീഴും. എന്നാൽ അവൾ താഴെ ഉണ്ടായിരുന്ന ഒരു ചക്കയോ എന്തോന്നെടുത്ത് അയാളുടെ തലക്കിട്ട് ഒരു ഒറ്റ അടിയാ. അയാൾ വന്ന ആ ഉശിര അങ്ങ് ചോർന്നു പോയി. അപ്പോഴേക്ക് കുട്ടികളെ പിടുത്തക്കാര് മകളെയും കൊണ്ട് ഏതൊരു ബോട്ടിലേക്കാണ് കയറി ചെല്ലുക. അവൾ തൊട്ടു പിന്നാലെ ആ ബോട്ടിലേക്ക് ഇറങ്ങി ചെല്ലുന്ന നേരം ആ ബോട്ടിലുള്ളവന്മാരും അവരുടെ ആളുകളാ. ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റില്ല, എല്ലാം അവരുടെ ആളുകളാണെന്നാ തോന്നേ. എന്തായാലും അവരപ്പോഴേക്ക് അവളെ മറ്റൊരു ബോട്ടിൽ ഇരുത്തി അവിടുന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കും. എന്നാൽ സുസുമി ഓടി വന്ന ഇതിൽ നിന്ന് ഒരു ഒറ്റ ചാട്ടമാണ് ആ ബോട്ടിലേക്ക്. എന്നാൽ അതിന്റെ വക്കിൽ പിടിച്ചു നിൽക്കാനേ പറ്റൂ. എന്നാൽ അത് കാണുന്ന ആ ബോട്ടിലുണ്ടായിരുന്ന പ്രാന്തൻ ഒരു കമ്പെടുത്ത് അവളുടെ മുഖത്തിനിട്ട് ഒരു ഒറ്റ ഇടിയാ. അവൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൾ താഴെ വീണു, വെള്ളത്തിലേക്ക് തന്നെ തിരിച്ചു വീണു. എന്നാൽ മകളെയാണല്ലോ അവർ കൊണ്ടുപോയത്, വെറുതെ വിടാനേ പറ്റില്ലല്ലോ. അവൾ പെട്ടെന്ന് തന്നെ കരക്കിലേക്ക് കയറി ചെല്ലുന്ന നേരം മീൻ പിടിക്കാനായി വന്ന ഒരാളുടെ ബൈക്ക് അവിടെയുണ്ട്. അവൾ ആ ബൈക്ക് എടുത്ത് ഓടിക്കും. കുട്ടികളെ പിടുത്തക്കാരാണെങ്കിൽ അവളെ കാണുമ്പോൾ ബോട്ടിന്റെ വേഗത ഒന്നുകൂടെ കൂട്ടും. അവളാണെങ്കിൽ അവരെങ്ങനെയും പിടിച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥയിലാണ്. പോകുന്ന വഴിക്ക് ലോഡും കൊണ്ടുവരുന്ന ഒരു അപ്പാപ്പൻ അവളുടെ വേഗത കണ്ട് പെട്ടെന്ന് തന്നെ സൈഡിലേക്ക് എടുത്തപ്പോൾ താഴേക്ക് മറിഞ്ഞു വരെ വീഴും. എന്നാൽ അവൾക്ക് അവിടെ നിർത്താൻ പറ്റില്ലല്ലോ. സോറി എന്നും പറഞ്ഞ് അവൾ ഓടിച്ചു ചെല്ലും. എന്നാൽ അപ്പോഴാണ് ആ ബോട്ടുകാർ പെട്ടെന്ന് തന്നെ ബോട്ടിന്റെ റൂട്ട് മാറ്റി കളയാ, കായലിൽ കൂടെയുള്ള റൂട്ട് മാറ്റി കളയാ. എന്നാൽ അവളും റൂട്ട് അപ്പം തന്നെ മാറ്റി. എന്നാൽ പോകുന്ന വഴിക്ക് മുന്നിൽ തന്നെ ഒരു മുളങ്കാടാണുള്ളത്. അവളൊന്നും നോക്കില്ല, അതിന് ഇടിച്ചു പൊളിച്ച് അപ്പുറത്തേക്ക് ചാടി വീഴും. എന്നാൽ അവിടെ ഒരു പാർട്ടിയാണ് നടക്കുന്നത്. അവിടെയുള്ള ആളോട് പുഴയിലേക്ക് പോകുന്ന വഴി ഏതാന്ന് ചോദിക്കുന്ന നേരം അങ്ങനെ ഇതാ അങ്ങോട്ടൊന്ന് കാണിക്കും. അവൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വെച്ച് പിടിക്കും. എന്നാൽ പോകുന്ന വഴിക്കാണ് അവൾ ചക്ക വെച്ച് അടിച്ചിരുന്ന ഒരു ചേട്ടനില്ലായിരുന്നോ, അങ്ങനെ തൊട്ടു പിന്നിൽ തന്നെ ബൈക്കോയി വരുന്നത്. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന വെട്ടുകത്തി വെച്ച് അവളുടെ തലയ്ക്ക് വെട്ടാൻ നോക്കും. എന്നാൽ അവൾ ഒഴിഞ്ഞു മാറി അങ്ങനെ ഇടിക്കാനെല്ലാം നോക്കുമ്പോഴാണ് മുന്നിൽ നിന്നൊരു വണ്ടി വരുന്നത്. ചിന്തിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല, അത് അവരൊറ്റ ഇടിയാണ്. രണ്ടുപേരും 2 സൈഡിലേക്ക് തെറിച്ചു വീഴും. എന്നാൽ ആ ചേട്ടൻ ഓടി വന്ന് അവൾ അവിടെ ഇവിടെയെല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്ന നേരം എവിടെയും കാണുന്നില്ല. എന്നാൽ പെട്ടെന്നാണ് അവൾ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ചാടി വന്ന് അങ്ങേരെ അടിക്കുക. എന്നാൽ അങ്ങേര് കുറച്ച് തണ്ടും തടിയുള്ള മനുഷ്യനായതുകൊണ്ട് തന്നെ അവൾക്ക് സുഖമായിട്ട് അങ്ങനെ അടിച്ചിടാൻ പറ്റില്ല. അങ്ങേര് തിരിച്ചും ചായയും വടിയെല്ലാം കൊടുക്കുന്ന നേരം അവൾ താഴെ കിട്ടിയിരുന്ന ഒരു വള്ളി എടുത്ത് അങ്ങയുടെ കഴുത്തിനിട്ട് കുരുക്കി കളയും. അവസാനം ഒന്നും ചെയ്യാൻ പറ്റാതെ അങ്ങേര് താഴെ വീണു. അവൾ വീണ്ടും ഓടി വന്ന് അങ്ങേരുടെ ബൈക്ക് എടുത്ത് തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് വെച്ച് പിടിക്കും. എന്നാൽ ആ ഗ്രാമത്തിലെത്തി അവിടെയുള്ള ആളുകളോട് എല്ലാവരോടും ഇതുപോലെ ഒരു കുട്ടിയെ 2 പേര് പിടിച്ചു കൊണ്ടുപോകുന്ന കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവരാരും ഒന്നും കണ്ടിട്ടില്ല. എന്നാൽ കുറച്ചുകൂടെ മുന്നിലേക്ക് ഓടിച്ചു പോകുമ്പോഴാണ് ആ ബോട്ട് മാത്രം കായലിൽ കിടക്കുന്ന കാണാം.
തൊട്ടടുത്തുണ്ടായിരുന്ന കായലിൽ കിടക്കുന്ന കാണാം. തൊട്ടടുത്തുണ്ടായിരുന്ന കടയിൽ വന്ന് രണ്ടുപേരും ഒരു കുട്ടിയെ പിടിച്ചു കൊണ്ടുപോകുന്ന കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവരും അതൊന്നും കണ്ടിട്ടില്ല. എന്നാൽ തൊട്ടു സൈഡിലായിട്ട് 2-3 വണ്ടികൾ കിടക്കുന്നുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് അവസാനത്തെ വാനിൽ രണ്ടുപേർ അവളെയും പിടിച്ച് വാനിൽ പോകുന്ന കാണാം. ഒരു ബൈക്കായിരുന്നെങ്കിൽ അവൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഒരു വാൻ ആയതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ ദൂരേക്ക് പോയി തൊട്ടടുത്തുണ്ടായിരുന്ന കടയിൽ വന്ന് ആ വാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും അത് സിറ്റിയിലേക്കുള്ള വഴിയല്ലേ, അപ്പോൾ സിറ്റിയിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്. അവൾ തൊട്ടടുത്തുണ്ടായിരുന്ന ഏതെങ്കിലും വാനോ വണ്ടിയോ സിറ്റിയിലേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കും. എന്നാൽ അവരെല്ലാവരും മറ്റേതോ ഒരു സ്ഥലത്തേക്ക് പോകുന്ന ആളുകളാണ്. എന്നാൽ അവസാനം ഒരു വണ്ടി വരുന്ന നേരം അവരോട് നിങ്ങൾ സിറ്റിയിലേക്ക് പോകുന്ന ആളുകളാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും സിറ്റിയിലേക്കൊക്കെ തന്നെയാ, പക്ഷെ ആളെ കയറ്റില്ല. എന്നിരുന്നാലും അവൾ കരഞ്ഞുകൊണ്ട് ആ വണ്ടിയുടെ തൊട്ട് പിന്നിൽ ഓടിച്ചെന്ന് കയറും. എന്നാൽ അവൾ കയറിയ കാര്യം അവർ രണ്ടുപേരും അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ അവരത് വലിയ കാര്യമൊന്നും ആക്കില്ല. അങ്ങനെ വണ്ടി ദൂരം ദൂരം പോയി അവസാനം സായ്ഗോൺ എന്ന സിറ്റിയിലാണ് വൈകുന്നേരം ആകുമ്പോൾ എത്തിച്ചേരുക. അവരോടൊരു നന്ദിയും പറഞ്ഞ് അവൾ അവിടെ നിന്ന് നേരെ ചെല്ലുന്നത് പണ്ട് അവളൊരു ബാറിൽ ജോലി ചെയ്തിരുന്നല്ലോ ആ ബാറിലേക്കാണ് ചെല്ലുക. അവിടെ പണ്ട് സുസുമിയുടെ കീഴിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പെണ്ണ് ഇപ്പോഴവിടുത്തെ ബോസിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളായി മാറി, അവിടുത്തെ മെയിനായി മാറി. എന്നാൽ സുസുമിയെ കാണുമ്പോൾ തന്നെ അവൾ ചോദിക്കും ഇതെന്ത് കോലാടി, നീ ആകെ മാറിപ്പോയല്ലോ. എന്നാൽ അവൾ നേരെ കാര്യം പറയും എൻ്റെ മകൾ രണ്ടുപേര് തട്ടിക്കൊണ്ടുപോയി, അവരാരാന്ന് എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. ബായ്ത്തോട് എവിടെയെന്ന് ചോദിക്കും. ബായ്ത്തോടെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ എന്തോ ഒരു കാരണത്താൽ ഈ സിറ്റിയിൽ നിന്നും അവളെ ആ നാട്ടിലേക്ക് പറഞ്ഞയച്ചാള് അങ്ങേരുണ്ടോന്ന് ചോദിക്കുന്ന നേരം അവള് പറയും അങ്ങേരൊക്കെ ഏതോ കാലം ജയിലായി, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുക, അല്ലാതെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയല്ല വേണ്ടേ. ഞാനിപ്പോൾ നിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആ പഴയ പെണ്ണല്ല, എനിക്ക് നിന്നെ സഹായിക്കാനും വലിയ താല്പര്യമില്ല. നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നീ പോലീസ് സ്റ്റേഷനിൽ തന്നെ ചെല്ല്. അങ്ങനെ സുസുമിയാകെ നിരാശയായി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും. അവിടെയുള്ള പോലീസുകാരനാണെങ്കിൽ അവളുടെ ചരിത്രമെല്ലാം ചോദിച്ച് വാങ്ങിക്കൊണ്ടിരിക്കുക. സുസുമി പറയും നിങ്ങളെൻ്റെ പേരും സ്ഥലം എല്ലാം ചോദിച്ചിട്ട് കാര്യമില്ല, എൻ്റെ മകൾ ഇപ്പോൾ കാണാതായിക്കൊണ്ടേ ഇരിക്കുക, അവൾ കൂടുതൽ ദൂരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങേര് പറയും നിങ്ങളൊന്ന് അടങ്ങ്, നമ്മുടെ സാറ് നിങ്ങൾ വിചാരിച്ച പോലെയൊന്നുമല്ല, വലിയ വലിയ കേസുകളൊക്കെ തെളിയിച്ച ആളാണ്, അങ്ങേര് സിമ്പിളായിട്ട് നിങ്ങളെ മകളെയും കണ്ടുപിടിച്ച് തരും. എന്നാൽ സുസുമി അപ്പോൾ ചോദിക്കും നിങ്ങൾ എനിക്കൊരു പെയിൻ കില്ലർ തരുമോ, എനിക്ക് ആകെ കൂടെ വേദനയാകുന്നുണ്ട്, എൻ്റെ മേലെല്ലാം മുറിവ് പറ്റിയിട്ടുണ്ട്. അങ്ങേര് പറയും നിനക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രം തരാം. അത് അത്യാവശ്യമാണെന്ന് പറയുന്ന നേരം അങ്ങേര് അത് എടുക്കാനായിട്ട് പുറത്തേക്ക് ചെല്ലും. എന്നാൽ ആ തക്കം നോക്കി അവൾ ആ പോലീസ് സ്റ്റേഷൻ മുഴുവനും തിരയാൻ തുടങ്ങി. അവളുടെ മകളെ കൊണ്ടുപോയവരെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമോ എന്ന് തിരയാൻ തുടങ്ങി. എന്നാൽ അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ബോഡി കാണുക. 1-2 കുട്ടികളൊന്നുമല്ല, കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ആ സിറ്റിയിൽ മിസ്സായിരിക്കുന്നത് ഇഷ്ടംപോലെ കുട്ടികൾ മിസ്സായിട്ടുണ്ട്. മാത്രമല്ല ഇതൊരു വലിയ ട്രാഫിക്കിംഗ് സംഘമാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്നാൽ അവരെ പിടിക്കാനായി പോലീസുകാർക്ക് ഇതുവരെ പറ്റിയിട്ടുമില്ല. അവൾ അവിടെയെല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്ന നേരം പോലീസുകാർ കുറച്ച് ആളുകളെ അവരുടെ കൂട്ടത്തിലുള്ള ആളുകളെല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരുടെ കയ്യിൽ നിന്ന് കൂടുതൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ പോലീസുകാർ അവരെ കുറച്ച് നാളത്തേക്ക് ജയിലിലിട്ടു. കൂടുതലൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവരെ പുറത്ത് വിടുകയും ചെയ്തു. അങ്ങനെ പുറത്തു പോയിട്ടുള്ള കുറച്ച് ആളുകളുടെ കേസ് ഫയൽസ് അവിടെ കിടക്കുന്നുണ്ട്. അവൾ അത് ആരും കാണാതെ മെല്ലെ കീശലാക്കും. എന്നിട്ടൊന്നും മിണ്ടാതെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മെല്ലെ ഇറങ്ങിപ്പോവാണ് ചെയ്യുക. എന്നാൽ അവൾ ഇറങ്ങിപ്പോകുന്ന കാര്യം പോലീസ് സ്റ്റേഷനിലെ മെയിൻ പോലീസുകാരൻ കണ്ടു. എന്നാൽ അങ്ങേരത് വലിയ കാര്യമാക്കില്ല. അങ്ങേര് മുന്നോട്ട് നടക്കുമ്പോഴാണ് ആദ്യം അവളെ ചോദ്യം ചെയ്തിരുന്ന പോലീസുകാരല്ലേ അങ്ങേരുടെ അടുത്തേക്ക് വരുന്നത്. സാറേ മകളെ ആരോ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ് ഒരു ലേഡി ഇങ്ങോട്ട് വന്നിരുന്നു. അവൾ ആകെ കൂടെ മുറിവെല്ലാം പറ്റി അവരുടെ പിന്നാലെ ഓടിയെങ്ങാനും ആയിരുന്നു. അവളാണെങ്കിൽ ഒരു തരി പോലും അവിടെ ഇരിക്കാൻ കൂട്ടാക്കുന്നില്ല. നിങ്ങൾ അവളെ പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കുമെന്ന് ചോദിച്ച് അവരകത്തേ കയറി ചെല്ലുന്ന നേരം അവളെ അവിടെ കാണുന്നില്ല. എന്നാൽ ബോസിന് എന്തോ ഒരു സംശയം തോന്നി. അങ്ങേരുടെ പേര് അജു എന്നാണ്. അങ്ങേരകത്ത് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഫയലുകളെല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുക കുറച്ച് ഫയലുകൾ ഇവിടെ നിന്നും മിസ്സായിട്ടുണ്ട്. ചെറിയ പോലീസുകാരനോട് അവൾ നിന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തുറന്നു പറയാന്ന് പറയും. ഇതേ സമയം നമ്മുടെ പെണ്ണ് ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ സാമെന്ന പേരുള്ള ഒരുത്തന്റെ വീട് തെരഞ്ഞുകൊണ്ടിരിക്കുക. ആ ഫയലിൽ തന്നെ കേസ് ഫയലിൽ തന്നെ അവന്റെ വീടെല്ലാം എവിടെയാണെന്നുണ്ട്. അഡ്രസ് എല്ലാം നോക്കി അവസാനം അവന്റെ വീട് കണ്ടുപിടിക്കും. വാതിലിൽ മുട്ടുന്നേരം അമ്മയാണ് പുറത്തേക്ക് വരിക. സാമി ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന നേരം അവര് പറയും അവൻ ഇവിടെയില്ല, വർഷങ്ങളായി ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട്. എന്നാൽ അവള് പറയും എന്റെ മകള് മിസ്സായിരിക്കുക, അവളെ ആരാണ് തട്ടിക്കൊണ്ടുപോയെ, എങ്ങോട്ടാണ് കൊണ്ടുപോയെന്നൊക്കെ ഒന്ന് എനിക്ക് അറിയണം, എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം, അവനോടൊന്ന് പുറത്തേക്ക് വരാൻ പറയോ. എന്നാൽ അമ്മച്ചി പറയും അവനിവിടെ ഇല്ലെന്നല്ലേ പറഞ്ഞേ. എന്നാൽ സുസുമി ചിന്തിച്ച പോലെ തന്നെ അവൻ ശരിക്കും അവിടെ തന്നെയുണ്ട്. അവൻ മെല്ലെ കയ്യിൽ ഒരു സ്ക്രൂ ഡ്രൈവറുമായി പുറത്തേക്ക് ഇറങ്ങി വരും. അവൾ അവന്റെ അടുത്തേക്ക് വരാൻ നോക്കുന്ന നേരം അമ്മ പിടിച്ചു വെച്ച് പറയും അവനിപ്പോ പഴയ പരിപാടി ഒന്നുമില്ല, അതെല്ലാം ഒഴിവാക്കി ഇപ്പൊ സമാധാനമായിട്ട് ജീവിക്കുക. എന്നാൽ അവക്ക് എങ്ങനെയാലും അവനോട് എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയല്ലേ പറ്റൂ. അവൾ മെല്ലെ ഒന്ന് അമ്മയെ തട്ടുന്നേരം അമ്മ തെറിച്ച് താഴെ വീഴും. അവൻ പെട്ടെന്ന് തന്നെ കയ്യിലുണ്ടായിരുന്ന സ്ക്രൂ ഡ്രൈവർ അവളുടെ ഷോൾഡറിനിട്ട് ഒരൊറ്റ കുത്ത. പിന്നെ രണ്ടുപേരും അവിടെ കിടന്ന് പെരുത്തടിയാണ്. അവനാണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന ഒരു മേട്ടി വെച്ചാണ് അവൾ അടിക്കാൻ നോക്കുക. അവളാണെങ്കിൽ അതിനപ്പുറം ചാടി കടന്നവളാണല്ലോ, പെരുത്തടിയാണ് തിരിച്ചും കൊടുക്കുക. എന്നാൽ അവസാനം താഴെ ഉണ്ടായിരുന്ന ഒരു സൈലൻസർ എടുത്ത് അവളുടെ കഴുത്തിലേക്ക് അവൻ പിടിച്ചു വെക്കും. അന്നേരം അവള് പറയും എന്റെ മകളെ എങ്ങോട്ടാണ് അവർ കൊണ്ടുപോയെന്ന് അറിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. എന്നാൽ അവൻ പറയും എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. എന്നാൽ അവൻ വിടുന്നൊരു ലക്ഷണമല്ല. കൈ നീട്ടി പിടിക്കുന്ന നേരം അവിടെ ഉണ്ടായിരുന്ന ഒരു ചെടിച്ചട്ടിയിൽ പിടുത്തം കിട്ടും. അതെടുത്ത് അവന്റെ തലക്കിട്ട് ഒരൊറ്റ അടിയാണ്. പിന്നെ അവർ പെരുത്ത ഫൈറ്റ്. എന്നാൽ അതിന്റെ ഇടയിലുണ്ട് അമ്മയും കഴിയുന്ന പോലെ അവൾ അടിക്കാനൊക്കെ വരുന്നത്. എന്നാൽ അവൾ അതൊന്നും കാര്യമാക്കില്ല. അവസാനം അവന്റെ കഴുത്ത് പിടിച്ച് കഴുത്തിലേക്ക്
പൽചക്രം വെച്ച് കൊടുക്കും. അന്നേരം അമ്മ വിളിച്ചു പറയും, മോനെ നീ എന്താന്ന് വെച്ചാൽ ആ കൊച്ചിന് പറഞ്ഞു കൊടുക്ക്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് നിനക്കറിയില്ലേ. അങ്ങനെ അവൻ അറിയുന്ന കാര്യങ്ങളെല്ലാം അവൾക്ക് പറഞ്ഞു കൊടുക്കും. അവളുടെ മകളെ ബോഡി പാർട്സ് എടുത്ത് വിൽക്കുന്ന ആളുകളാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇതുപോലെ കുട്ടികളെ തട്ടിക്കൊണ്ടുവരിക, അവരുടെ ഹൃദയം, കിഡ്നി, കണ്ണ് അതെല്ലാം പറിച്ചു വിൽക്കുക, അതാണ് അവരുടെ പരിപാടി. അതിനായി കൊണ്ടുവന്ന കുട്ടികളെ എല്ലാവരെയും ട്രെയിനിൽ കടത്തി മറ്റേതോ ഒരു സ്ഥലത്തേക്കാണ് അവർ കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ കുട്ടികളെ ട്രെയിനിൽ കൊണ്ടുപോയാൽ പിന്നെ അവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല. സുസുമിയോട് അവൻ പറയും, കൂടുതൽ കുട്ടികളെയും അവർ വാനിൽ വെച്ച് തന്നെ കൊന്നുകളയും. അതുകൊണ്ട് പറയാണ്, നിനക്ക് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നിന്റെ മകളെ രക്ഷിക്കാൻ. അവളിനി ജീവനോടെ ഉണ്ടെങ്കിൽ തന്നെ അവരവളെ ട്രെയിനിൽ കൊണ്ടുപോയാൽ പിന്നെ അവളെ കാണാൻ പോലും നിനക്ക് പറ്റില്ല. അങ്ങനെ അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് അവൻ പറഞ്ഞൊരു ലൊക്കേഷനിലേക്കാണ് അവൾ ചെല്ലുക. മാർക്കറ്റിൽ 5 ലിറ്ററിന്റെ കന്നാസ് തൂക്കിയിട്ട് ഒരു കടയിലേക്ക് ചെല്ലണമെന്നാണ് അവൻ പറഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവൾ തന്നെ കണ്ടുപിടിക്കണം. അങ്ങനെ ആ കട അവൾ കണ്ടുപിടിച്ചു. അവിടെ നിന്ന് ഒരു കുപ്പി വെള്ളം എടുത്ത് കുടിക്കാൻ നിൽക്കുന്ന നേരം അവിടെ ഉണ്ടായിരുന്നവൻ എന്താടി മോളൂസേ എന്ന് ചോദിച്ച് കൈവെക്കാൻ നിൽക്കുമ്പോൾ 2 ഇടി അവനാകെ ബോധം കെട്ടുപോയി. ഇതേ സമയം പോലീസുകാരനും ടീമും സാമിന്റെ വീട്ടിലെത്തും. എന്നാൽ പോലീസുകാരെ കാണുമ്പോൾ തന്നെ അവന് മനസ്സിലായി സുസുമിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനാണ് അവരിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യമേ അവൻ അവർക്കൊരു കഥ പറഞ്ഞു കൊടുക്കും. ഈ സിംഹങ്ങളെ വേട്ടയാടാൻ പോകുന്ന ആളുകൾ ഒരിക്കലും സിംഹ പെണ്ണിനെ വേട്ടയാടാൻ നിൽക്കില്ല. കാരണം അവർക്ക് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾ വിശന്നിരിക്കുകയാണെങ്കിൽ സിംഹപ്പെണ്ണ് ആകെ അക്രമാസക്തിയായിരിക്കും, ആകെ ദേഷ്യത്തിലായിരിക്കും. ആ ഒരു സമയം അവളെയോ അവളുടെ കുട്ടികളെയോ വേട്ടയാടാൻ നിന്ന പിന്നെ ആ വേട്ടയാടിയവനെ അവൾ ഒരിക്കലും വെച്ചേക്കില്ല, തെരഞ്ഞ് കണ്ടുപിടിച്ച് അവൾ കൊന്നിരിക്കും. എന്നാൽ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ പോലീസുകാരന് കാര്യം മനസ്സിലായി. ഇതേ സമയം ഇവിടെ സുസുമി ആ കടയുടെ നേരെ മേലെ കയറി വരുന്ന നേരം 2 പേര് ചെസ്സിന്റെ വേറെ രൂപമായിട്ടുള്ള ചെക്കേഴ്സ് കളിച്ചോണ്ടിരിക്കുകയാണ്. അവളെ കാണുമ്പോൾ തന്നെ അവര് നീ എന്താടി ഇങ്ങോട്ട് കയറി വന്നേ ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ അവരെ ശ്രദ്ധിക്കാതെ മേലേക്ക് അവിടെ ഇവിടെയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അത് കാണുന്ന അവര് എന്താടിന്ന് ചോദിച്ച് എഴുന്നേൽക്കുന്ന ഓർമ്മയുള്ളൂ. 2 അടിച്ച് ബോധം കെടുത്തി താഴെ ഇട്ട് കളയും. വീണ്ടും മേലെ കയറി ചെല്ലുന്ന നേരം അവിടെ ഒരുത്തൻ ഗെയിമും കളിച്ചോണ്ടിരിക്കുകയാണ്. അവനോട് ഒന്ന് ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കും. അവൻ എന്താണെന്നറിയാൻ ചെല്ലുന്ന നേരം ഒരൊറ്റ അടിയാണ് അവന്റെയും ബോധം പോയി. അങ്ങനെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു മുറിയിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് അവൾ ആകെ കൂടെ പേടിക്കുക. അവിടെ ആകെ ചോരക്കറയും അതും ഇതും എല്ലാം ആയി കിടക്കാണ്. താഴെയാണെങ്കിൽ ഒരു ചെരുപ്പും കിടക്കുന്നുണ്ട്. അവൾ പേടിച്ചുകൊണ്ട് അതെടുത്ത് നോക്കും. എന്നാൽ അത് അവളുടെ മകളുടെ ചെരുപ്പ് തന്നെയാ. അവൾ അതും കൂടെ കാണുന്ന നേരം ആകെ കൂടെ പേടിക്കും. അപ്പോഴാണ് തൊട്ടടുത്ത മുറിയിൽ നിന്നൊരു ശബ്ദം കേൾക്കുക. ഹലോ, 30 കുട്ടികൾ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. രാത്രി 2 മണിയല്ലേ, അപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിച്ചോളാം. ആ മുറിയിൽ ആരൊക്കെയാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഈ കുട്ടികളെ എല്ലാവരെയും തട്ടിക്കൊണ്ടു പോകുന്നതിന്റെ ഹെഡാണ്, ഒരു ലേഡിയാണത്. അവളുടെ പേരാണ് ഡയറക്ക്. നമ്മുടെ സുസുമി കണ്ണി ചോരയില്ലാത്ത ആളാണെങ്കിൽ അവള് ബോഡി പോലും ചോരയില്ലാത്ത ആളാ. അപ്പോഴാണ് അവരുടെ വാതിലിനാരോ മുട്ടുന്നത്. അത് ആരാന്നറിയാൻ അതിലൊരുത്തൻ മെല്ലെ അങ്ങോട്ട് ചെന്ന് നോക്കുന്ന നേരം വാതിലിനുള്ളിൽ കൂടെ ഒരു കൈ വന്ന് അവന്റെ തല പിടിച്ച് അടിച്ചു കളയും. പിന്നെ ആ വാതിലും ചവിട്ടി പൊളിച്ച് സുസുമിയാണ് അകത്തേക്ക് കയറി വരിക. എന്നാൽ അവളെ കാണുന്ന നേരം വില്ലത്തിക്ക് വലിയ കൂസലൊന്നുമില്ല. അവള് കൂടെ ഉണ്ടായിരുന്ന 2 വാലാത്തന്മാർക്ക് കണ്ണോട് കാണിച്ചു കൊടുക്കും. അവർ പെട്ടെന്ന് തന്നെ 2 മഴുവെല്ലാം എടുത്ത് റെഡിയാകും. അല്ലെങ്കിലും ഇതുപോലുള്ള ഗുണ്ടകള് മഴ വെച്ച് കളിക്കുന്ന കളി കുറച്ച് കൂടുതലാ. അവര് ദേഷ്യത്തിൽ അവളെ വെട്ടാൻ നോക്കുമ്പോഴേക്ക് അവൾ ഒഴിഞ്ഞു മാറും. എന്നാൽ അടുത്ത് തന്നെ അവൾക്കൊരു ചവിട്ടാണ് കിട്ടുക. ചുമരിന് വന്ന് അവൾ അടിക്കുന്ന നേരം തൊട്ടടുത്ത മുറിയിൽ ഇഷ്ടംപോലെ കുട്ടികൾ അവർ പിടിച്ചു വെച്ചിരിക്കുന്ന കാണും. അതിൽ അവളുടെ മകളുണ്ടോന്ന് നോക്കാനുള്ള നേരം കിട്ടില്ല. അവർ വലിച്ചിട്ട് അവൾ അടിക്കാൻ തുടങ്ങും. എന്നാൽ അവളൊരു ചില്ലറക്കാരിയല്ല എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ കണ്ടാണ്. അവൾ ഒഴിഞ്ഞു മാറി ഓരോന്നിനെ കൈ പിടിച്ച് തിരിച്ചെല്ലാം ചാടി മറിഞ്ഞ് അടിക്കാൻ തുടങ്ങും. അവൾ ഫൈറ്റിൽ മാത്രമല്ല മഴ വെച്ചെറിയുന്ന കാര്യത്തിലും ബെസ്റ്റാ. അവസാനം 2 കൂടെ അടിച്ചു തൂക്കി താഴെയിട്ട് കയ്യിലുണ്ടായിരുന്ന മഴ അവൾ കൈ പിടിക്കും. എന്നിട്ട് ആ വില്ലത്തി പെണ്ണിന്റെ ടേബിളിൽ കൊണ്ടിട്ട് എന്റെ മകളെ വെറുതെ വിട്ടാൽ മതി, ഞാൻ ഇവിടുന്ന് പോയിക്കോളാന്ന് പറയും. എന്നാൽ അവൾ അപ്പറഞ്ഞ കാര്യം അവൾക്ക് തീരെ ഇഷ്ടമായില്ല, വില്ലത്തിക്ക് തീരെ ഇഷ്ടമായില്ല. എന്റെ മുന്നിൽ വന്ന് ഇതുപോലൊരു ചോദ്യം ചോദിക്കാൻ മാത്രം നിനക്ക് ധൈര്യമോ? അവൾ ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങി വരും. അവൾ സുസുമിയേക്കാളും വലിയ ഫൈറ്റാ. എന്നിരുന്നാലും നമ്മുടെ ആൾ ഒന്നൊക്കെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരൊറ്റ അടിയിൽ അവൾ തെറിച്ച് താഴെ വീഴും. വില്ലത്തിയാണെങ്കിൽ അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. പെട്ടെന്ന് സുസുമി വീണ്ടും വരുന്ന നേരം അവൾ കറങ്ങി തിരിഞ്ഞ് സുസുമിയുടെ വയറ്റിന്റെ ഒരൊറ്റ ഇടി, മുഖത്തിനിട്ട് ഒരൊറ്റ കുത്ത്. അവൾ ബോധം പോകാനായി താഴെ വീഴും. അപ്പോഴാണ് വില്ലത്തി ആർക്കോ കോൾ ചെയ്ത് പറയാ, കുട്ടികളായിട്ട് വരുന്ന ട്രെയിൻ 2 മണിക്ക് തന്നെ അവിടെ എത്തും. ട്രെയിൻ നമ്പർ KL7 6363. അപ്പോഴേക്ക് നമ്മുടെ സുസുമിയാണെങ്കിൽ 2 പേര് പിടിച്ചു കൊണ്ടുപോയി ഒരു കായലിന് സൈഡിൽ വെച്ച് അവളുടെ കൈ 2 വിലങ്ങി വെച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കളയും. മുങ്ങി അടിയിലേക്ക് പോകുന്ന അവളുടെ മനസ്സിലേക്ക് അവളുടെ അച്ഛൻ പറഞ്ഞിരുന്ന വാക്കുകളെല്ലാം എത്തും. ശരിക്കും അവളുടെ കുടുംബം ഒരു ആയോധന കലാ കുടുംബമാണ്. അവർ ആയോധന കലകളെല്ലാം പഠിക്കും. അവളുടെ അച്ഛനാണ് അവൾക്ക് മാർഷൽ ആർട്സ് എല്ലാം പഠിപ്പിച്ചു കൊടുത്തത്. അന്ന് അവളുടെ അച്ഛൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, നീ അടി കൊണ്ട് താഴെ വീണ് കിടക്കുമ്പോൾ നിന്നെ എടുത്തു പൊക്കാനായ ആരും വരില്ല, നീ തന്നെ നിനക്ക് വേണ്ടി എഴുന്നേൽക്കണം, ഒരിക്കലും നീ തോറ്റു കൊടുക്കാൻ പാടില്ല, എഴുന്നേൽക്ക്. ഇതെല്ലാം ഓർമ്മയിലേക്ക് എത്തുന്ന നേരം അവൾക്ക് എങ്ങനെയെങ്കിലും വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മതിയെന്നായി. എന്നാൽ കയ്യിൽ ആ വിലങ്ങ് വെച്ചതുകൊണ്ട് തന്നെ, ചങ്ങലക്കിട്ട് വെച്ചതുകൊണ്ട് തന്നെ അവൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് അവൾ കണ്ണു തുറക്കുന്നത് ഒരു ഹോസ്പിറ്റലിൽ വെച്ചാണ്. ബോധം വരുന്ന അപ്പം തന്നെ അവൾ എഴുന്നേറ്റ് പോകാൻ നോക്കുന്ന നേരം അവിടെ ഉണ്ടായിരുന്ന നേഴ്സ്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടും പോവല്ലേ, നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല, അവിടെ തന്നെ കിടക്ക്. നമ്മുടെ പെണ്ണാണെങ്കിൽ മകളെ കണ്ടുപിടിക്കാൻ ഇറങ്ങിയല്ലേ, അവിടെ തന്നെ കിടക്കില്ലല്ലോ. അവൾ വീണ്ടും എഴുന്നേൽക്കാൻ നോക്കുമ്പോഴേക്ക് നേഴ്സ് പറയും, ഞാൻ പോയിട്ട് സാറെ വിളിച്ചു വരാമെന്ന്. അങ്ങനെ അവൾ പോയി വിളിച്ചു വരുന്നത് ആ പോലീസുകാരനെയാണ്.
പോലീസ് ബോസിനെയാണ്. നേരത്തെ നമ്മുടെ പെണ്ണ് അടിച്ചിട്ടിരുന്ന ഒരു സാമിലായിരുന്നു ഒരമ്മയൊക്കെയുള്ള, അവന്റെ അടുത്തേക്ക് പോലീസുകാരും കാര്യങ്ങളെല്ലാം ചോദിക്കാനായി ചെന്നില്ലേ, അവിടെ നിന്ന് അവൻ സുസ്മി പോയിട്ടുള്ള ലൊക്കേഷൻ പോലീസുകാർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. പോലീസുകാർ അവളെയും തിരഞ്ഞ് അങ്ങോട്ട് വന്നപ്പോഴാണ് കായലി മുങ്ങിത്താഴ്ന്ന് അവളെ കണ്ടുപിടിച്ചത്. അങ്ങനെയാണ് അവളിപ്പോൾ രക്ഷപ്പെട്ടെ. എന്നിരുന്നാലും അവൾക്ക് അവിടെ നിന്നും എങ്ങനെയും പുറത്തിറങ്ങിയാൽ മതി എന്നാണല്ലോ. എന്നാൽ പോലീസുകാരൻ പറയും, നീ എന്തിനു വേണ്ടിയാണ് ഈ പരക്കം പായുന്നതെന്ന് എനിക്കറിയാം, പക്ഷെ അതൊരിക്കലും നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങളാണ് അത് ചെയ്യാൻ പോകുന്നത്, നീ ഇവിടെ ഇരിക്കും. സുസ്മി പറയും, നിങ്ങളുടെ മകളൊന്നും അല്ലല്ലോ പോയിട്ടുള്ളത്, എൻ്റെ മകളാ, അതുകൊണ്ട് എനിക്ക് എങ്ങനെയും അവളെ രക്ഷപ്പെടുത്തിയേ പറ്റൂ, എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് അവൾ പ്രശ്നം ഉണ്ടാക്കും. എന്നിരുന്നാലും പോലീസുകാരൻ സമ്മതിക്കുന്നില്ല. അങ്ങേര് പറയും, നീ ഒറ്റയ്ക്ക് പോയതിന്റെ ഫലമാണ് നീ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. മാത്രമല്ല നീ ഓരോ വീട്ടിലും പോയിട്ട് ഓരോ പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഒരിക്കലും നിനക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. പിന്നെ നിന്നെ ഞങ്ങൾക്ക് കിട്ടിയ ലൊക്കേഷനിലെ ബിൽഡിങ്ങുകളെല്ലാം ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി, അവിടെയൊന്നും കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ ആളുകളെയും ഒന്നും ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ പോലീസുകാരൻ പുറത്തേക്ക് ചെല്ലുന്ന നേരം അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴാണ് നഴ്സ് അവളുടെ അടുത്തേക്ക് വരിക. അവൾ നഴ്സിനോട് ചോദിക്കും, നിങ്ങൾക്ക് കുട്ടികളുണ്ടോ? അതെ, എനിക്ക് 2 ആൺകുട്ടികളുണ്ടെന്ന് പറയുന്ന നേരം അവൾ പറയും, അതെ, നിങ്ങൾ നല്ലൊരു അമ്മയാണ്, നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കാം, പക്ഷേ എൻ്റെ മകൾക്ക് ഞാൻ ഒരിക്കലും നല്ലൊരു അമ്മയല്ല, അവളെ എനിക്ക് നോക്കാൻ പറ്റിയില്ല, അതുകൊണ്ടല്ലേ അവളെ തട്ടിക്കൊണ്ടുപോയെ. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന നഴ്സിന് ആകെ കൂടെ വിഷമാകും. നഴ്സ് ചോദിക്കും, നിങ്ങൾ അമേരിക്കൻ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ? പിന്നെ നമ്മൾ കാണുന്നത് ആ നഴ്സിന്റെ കഴുത്തിൽ കത്രികയും വെച്ച് പുറത്തേക്ക് വരുന്ന സുസുമിയാണ്. നഴ്സ് വിളിച്ചു പറയും, നിങ്ങൾ ആരും അടുത്തേക്ക് വരില്ലേ, അടുത്ത് വന്നാൽ അവളെന്റെ കഴുത്ത് കുത്തി കീറും. പോലീസുകാർക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റില്ലല്ലോ. അങ്ങനെ അവൾ നേരെ ലിഫ്റ്റിലേക്കാണ് ചെന്ന് കയറുക. ലിഫ്റ്റ് അടയാൻ നേരം ആ നഴ്സ് വിളിച്ചു പറയും, നിങ്ങൾ എല്ലാവരെയും എനിക്ക് ഇഷ്ടാ, എൻ്റെ കുട്ടികളെയും എല്ലാവരെയും എനിക്ക് ഇഷ്ടാട്ടോ. അങ്ങനെ അവർ താഴെ എത്തിയിട്ട് നഴ്സിന്റെ വണ്ടിയിലെ നഴ്സ് സുസുമിയായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകും. സുസുമി പറഞ്ഞൊരു സ്ഥലത്തേക്ക് തന്നെയാണ് അവർ പോകുന്നത്. അങ്ങനെ കുറച്ച് വീടുകളെല്ലാം കൂടിയിരിക്കുന്ന ഒരു സ്ഥലത്തെത്തുന്ന നേരം നഴ്സിനോട് നന്ദിയും പറഞ്ഞ് നമ്മുടെ ആള് കുറച്ച് മുന്നിലേക്ക് വന്ന് അവിടെ ഒരു സൈഡിൽ ഇരിക്കും. അങ്ങനെ കുറച്ച് കഴിയുന്ന നേരം ആ വഴിക്ക് ഒരാൾ വരുന്നുണ്ട്. അതാരാന്ന് വെച്ചാൽ അവളുടെ ചേട്ടനാണ്. അങ്ങനെ അവൾ ചേട്ടന്റെ വീട്ടിലേക്ക് ചെല്ലുന്ന നേരം അവിടെ ചുമരിലെല്ലാം അമ്മയെയും അച്ഛനെയും കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണുള്ളത്. ശരിക്കും പണ്ട് സുസുമിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നപ്പോൾ അവൾ അച്ഛനോട് വന്ന് കാര്യം പറഞ്ഞു. എന്നാൽ അച്ഛൻ പറഞ്ഞു അവന്റെ കൂടെ പോവണ്ട, അവൻ ആള് ശരിയില്ലാന്ന്. എന്നാൽ അവൾ അതൊന്നും കേട്ടില്ല. അതിന്റെ ദേഷ്യത്തിൽ അച്ഛൻ അവളുടെ മുഖത്തിട്ട് ഒരൊറ്റ അടിയാണ്. ആ അടിയും കൊണ്ട് അവൾ പുറത്തേക്ക് ഓടിച്ചെന്ന ബോയ് ഫ്രണ്ടിന്റെ കൂടെ അന്ന് അവിടെ നിന്ന് പോവാണ് ചെയ്തത്. പിന്നെ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ പോലും അവൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. എന്നാൽ അവൾ ചേട്ടനോട്, എന്റെ മകളെ കുറച്ച് പേര് തട്ടിക്കൊണ്ടുപോയി, അവളിപ്പോൾ എവിടാന്ന് പോലും എനിക്കറിയില്ല, നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? അതിന് ചേട്ടൻ പറയും, നിന്നോട് നമ്മുടെ അച്ഛൻ പറഞ്ഞ ഓർമ്മയുണ്ടായിരുന്നോ? നിന്നോട് അവന്റെ കൂടെ പോകണ്ടെന്ന് എത്ര തവണ പറഞ്ഞു? എന്നിട്ട് അച്ഛൻ പറഞ്ഞതോ അമ്മ പറഞ്ഞതോ ഞാൻ പറഞ്ഞതോ നീ അനുസരിച്ചോ? നീ നിന്റെ ഇഷ്ടം പോലെ ഒരു പിഴച്ചവളായി ജീവിച്ചില്ലേ, എന്നിട്ട് ഇപ്പൊ എന്റെ അടുത്ത് വന്ന് എന്നോട് സഹായം ചോദിക്കുന്നോ? പണ്ട് നമ്മുടെ സുസുമി ബോയ് ഫ്രണ്ടിന്റെ കൂടെ പോകാൻ അച്ഛനോടും വഴക്കിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങനെ ആ ബാറിലെത്തി അവിടെയുള്ള വലിയ ബോസിന്റെ കീഴിൽ ജോലി ചെയ്യുന്നത്. എന്നാൽ ആ സമയത്ത് തന്നെയാണ് അവൾക്ക് വയറ്റിലുണ്ടാവുന്നത്. അവളുടെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ അവളെ ചതിച്ചിട്ട് പോവുകയും ചെയ്തു. പിന്നെ അവളെ നോക്കിയില്ല. എന്നാൽ ഇതുപോലെ ബാറിലുള്ളവർക്ക് വയറ്റിലുണ്ടായ പിന്നെ അതുപോലെയുള്ള ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവൾ ആ ജോലിയിൽ നിന്നും പുറത്താവുകയാണ് ചെയ്തത്. കൂടെയുള്ളവരെല്ലാവരും അവളോട് നിന്റെ ഗർഭം അബോർഷൻ ചെയ്ത് കളാന്ന് പറഞ്ഞാണ്. എന്നാൽ ആ കൊച്ചിന് വേണമുള്ളത് കൊണ്ട് തന്നെ അവൾ അവിടെ നിന്നും അവൾ ഇപ്പം നിൽക്കുന്ന ഗ്രാമത്തിലേക്ക് വരികയാണ് ചെയ്തത്. അങ്ങനെ മകളെയും പ്രസവിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിന്റെ ഇടയിലാണ് ഇടുത്തി വീണ പോലെ ഈ ഒരു പ്രശ്നം കൂടെ തലയിലേക്ക് കയറി വരുന്നത്. എന്നാൽ അവളുടെ ജീവിതം ഇതുപോലൊക്കെ ആയതുകൊണ്ട് തന്നെ ചേട്ടൻ പറയും, നീ ഉണ്ടാക്കി വെച്ചത് നീ തന്നെ തീർത്താൽ മതി, അല്ലാതെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കല്ല വേണ്ടേ. ശരിയാണ്, എൻ്റെ അച്ഛൻ മരിച്ചപ്പോഴും അമ്മ മരിച്ചപ്പോഴും ഞാൻ ഇങ്ങോട്ട് വന്നില്ല. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല, എനിക്കൊരു കുഞ്ഞുണ്ട്. അവൾക്ക് ജന്മം നൽകിയത് കൊണ്ട് തന്നെ ഒരിക്കലും അവളെ വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല. അവളെ കൊണ്ടുപോയമാരെല്ലാവരെയും ഞാൻ കൊന്നുകളയും. അതും പറഞ്ഞ് അവൾ കരഞ്ഞോണ്ടാണ് പുറത്തേക്ക് ഇറങ്ങി വരിക. അങ്ങനെ വഴിയിൽ നിന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ കരഞ്ഞോണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ പോലീസുകാരൻ അങ്ങോട്ട് വരുന്നത്. നമ്മൾ അവരുടെ കൂട്ടത്തിലെ 1-2 പേരെ പിടിച്ചിട്ട് കാര്യമില്ല, പിടിക്കുമ്പോൾ വേരോടെ പിടിക്കണം. അവർ നീരാളികൾ പോലെയാണ്, എത്ര കൈ വെട്ടിയാലും അതെല്ലാം വീണ്ടും വീണ്ടും മുളച്ചു വരും. തലയോട് എടുത്താലേ അവന്മാരെയൊക്കെ ഇല്ലാതാക്കാൻ പറ്റൂ. എന്നാൽ ഇന്നൊരു ഇൻഫർമേഷൻ കേട്ടു, അവരുടെ ട്രെയിന് ഇന്ന് രാത്രി 2 മണിക്ക് പുറപ്പെടുന്നുണ്ട്. എന്നാൽ ആ ട്രെയിൻ നമ്പർ ഏതാന്ന് എനിക്കറിയില്ല. എന്നാൽ ആ ട്രെയിൻ നമ്പർ നമ്മുടെ സുസുമിക്ക് അറിയാം. അവൾ അടി കൊണ്ട് വീണ് കിടക്കുന്ന നേരം ആ വില്ലത്തി ആർക്കോ കോൾ ചെയ്ത് പറഞ്ഞിരുന്നല്ലോ, KL7 6363 എന്ന്. അവൾ പെട്ടെന്ന് തന്നെ പോലീസുകാരനായി നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തും. എന്നാൽ ആ ട്രെയിൻ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. ഇഷ്ടംപോലെ ട്രെയിനുകളുണ്ട്, അതിന്റെ ഇടയിൽ നിന്നെല്ലാം തെരഞ്ഞു കണ്ടുപിടിക്കണം. അങ്ങനെ അവസാനം അവർ ആ ട്രെയിനും കണ്ടുപിടിച്ചു. അതിപ്പോൾ എടുക്കാനായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ലേഡി അതിന്റെ പിന്നാലെ ഓടാൻ നിൽക്കുന്ന നേരം പോലീസുകാരൻ പറയും, ബാക്കിയുള്ള പോലീസ് ഫോഴ്സും കൂടെ വന്നിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ പോയാൽ മതി, അല്ലാതെ ഒറ്റയ്ക്ക് പോയാൽ ഒരിക്കലും നിനക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്നാൽ അവൾ പറയും, നിനക്ക് എന്നെ ഇവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ നീ എന്നെ ഷൂട്ട് ചെയ്ത് കൊന്നേ പറ്റൂ. അങ്ങനെ അവൾ ആ ട്രെയിനിലേക്ക് ഓടിച്ചെന്ന് കയറും. അതിന്റെ ആദ്യത്തെ ബോഗിയിൽ നിന്ന് പിന്നിലേക്ക് അവൾ പോയിക്കൊണ്ടിരിക്കുക. എങ്ങനെയും അവരെ കണ്ടുപിടിച്ചല്ലേ പറ്റൂ. അങ്ങനെ അവസാനം ഒരു ബോഗിയിൽ എത്തുന്ന നേരം അവിടെയുള്ള ആളുകളെല്ലാം ഒരു പ്രത്യേക കള്ളനോട്ടം. ഇതെന്താന്ന് അവൾ വിചാരിക്കുമ്പോഴേക്ക് അവർ എഴുന്നേറ്റ് അടി തുടങ്ങി. അവൾ തിരിച്ചടിക്കാൻ തുടങ്ങും. പോലീസുകാരൻ പറഞ്ഞ പോലെ തന്നെ അവരെണ്ണത്തിൽ ആൾ കൂടുതലാണ്. എന്നാൽ
പെട്ടെന്നാണ് നമ്മുടെ പോലീസുകാരനെ ഓടി വന്ന് അവളെ സഹായിക്കുക. എന്നാൽ നമ്മുടെ പെണ്ണ് അതിലും വലിയ ഫൈറ്റ് ആണല്ലോ. തീ അണയ്ക്കുന്ന സിലിണ്ടറിലെ എടുത്ത് ഓരോന്നിന്റെയും മോന്തയിലേക്ക് അടിച്ചു കൊടുത്ത് ചവിട്ടി കൂട്ടും. അപ്പോഴാണ് പോലീസുകാരൻ പറയാ, നീ പെട്ടെന്ന് തന്നെ മുന്നിലേക്ക് ചെല്ല്, മകളെ കണ്ടുപിടിക്കുക. അവൾ അങ്ങനെ അടുത്ത ബോഗിയിലേക്ക് എത്തുമ്പോൾ അവിടെ ആരുമില്ല. അങ്ങനെ അടുത്ത ബോഗിയിലേക്ക് ചെല്ലുന്ന നേരം അതിന്റെ അവസാനമായിട്ട് പിന്നെ ചരക്ക് ബോഗിയാണ്. ചിലപ്പോൾ അതിലാണെങ്കിലോ മകൾ ഉള്ളതെന്ന് വിചാരിച്ച് അവൾ അതിന്റെ മേലേക്ക് വലിഞ്ഞു കയറും. എന്നാൽ അതിന്റെ മേലെ എത്തുന്ന നേരം അവൾ താഴെ വീഴും. എന്നാൽ ആ ശബ്ദം ആ ബോഗിക്കകത്തുണ്ടായിരുന്ന 5-6 മാക്രികൾ കേട്ടു. അതിലൊരുത്തൻ എന്തോ ഒരു പണി വരുന്നുണ്ടല്ലോ എന്നും വിചാരിച്ച് ബോഗിയും തുറന്ന് അതിന്റെ ഏണിയിൽ കൂടെ മേലേക്ക് വലിഞ്ഞു കയറുമ്പോഴാണ് നമ്മുടെ പെണ്ണ് മേലെ നിൽക്കുന്നത്. എന്നാൽ അവന്റെ മനസ്സിൽ അവൻ ഒറ്റ ഒരുത്തം മതിയല്ലോ അവളെ തീർക്കാൻ. അവൻ അടിക്കാൻ തുടങ്ങുമ്പോഴേക്ക് അവൾ തിരിച്ചു അടി തുടങ്ങി. എന്നാൽ അവന്റെ അടുത്ത് അവൾക്ക് പിടിച്ചു നിൽക്കാൻ അത്രക്കങ്ങ് സിമ്പിളായിട്ട് പറ്റില്ല. എന്നാൽ അവസാനം അവൾക്കിട്ടൊരു ഒറ്റ ചവിട്ട അവൾ ആ ബോഗിൽ തന്നെ തൂങ്ങി പിടിച്ചു നിൽക്കും. എന്നാൽ അടിയിലുണ്ടായിരുന്ന മാക്രികളില്ലേ, അവരവളെ പിടിച്ചകത്തേക്ക് ഇട്ട് കളയും. എന്നാൽ അവറ്റകളെ കൂട്ടത്തിലുള്ള ഒരു തലയെ നമ്മുടെ പെണ്ണ് പണ്ട് ബാറി വെച്ച് അടിച്ചിട്ടുണ്ട്. അവൻ ബാറി വന്ന് മുട കാണിച്ചപ്പോൾ ഒരു കുപ്പി എടുത്ത് അവന്റെ തലക്കിട്ട് ഒരു ഒറ്റ അടിയും കൊടുത്തു. അതിന്റെ ദേഷ്യത്തിലാണ് അവന് പഠിക്കാൻ വരിക. എന്നാൽ അവൾ കൊടുക്കുന്ന ബിസ്ക്കറ്റും ചായയെല്ലാം അവൻ നല്ലപോലെ കുടിക്കും. എന്നിരുന്നാലും അവൾക്ക് അടി കൊള്ളുന്നുണ്ട്, അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മുടെ പോലീസുകാരൻ അകത്തേക്ക് കയറി വരിക. ബാക്കിയുള്ള എല്ലാത്തിനെയും അങ്ങേരും അടിച്ചിട്ട് പെട്ടെന്ന് അവളോട്, മക്കളെ പോയി കണ്ടുപിടിക്കുക, അടുത്ത ബോഗിയിലേക്ക് പോന്ന് പറയും. എന്നാൽ ഇതേ സമയം അടുത്ത ബോഗിയിൽ വില്ലത്തിയുണ്ട്. അവൾ ആർക്കോ വിളിച്ചു പറയും, 2 കിലോമീറ്ററും കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ എത്തും, നിങ്ങൾ ട്രാക്ക് മാറ്റാൻ റെഡിയായി നിന്നോ. അവരുടെ പരിപാടി എന്താന്ന് വെച്ചാൽ തീവണ്ടിയുടെ അവസാന ബോഗിയായ വില്ലത്തി നിൽക്കുന്ന ബോഗിയിലാണ് എല്ലാ കുട്ടികളും ഉള്ളത്. കുറച്ചുകൂടെ സമയം കഴിയുന്നേരം അവർ ആ ബോഗി ട്രെയിനിൽ നിന്നും വേർപിടുത്തി കളയും. അപ്പോൾ ട്രെയിൻ കുറച്ച് മുന്നിലേക്ക് പോകുമ്പോൾ ബോഗി പിന്നെ കുറച്ച് പിന്നിലായിരിക്കുമല്ലോ വരിക. അപ്പോൾ മുന്നിൽ നിൽക്കുന്ന ആളുകൾ ട്രെയിൻ യഥാർത്ഥ ട്രാക്കിൽ കൂടെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ട്രാക്ക് മാറ്റി കളയും. അപ്പോൾ അവസാനം വരുന്ന ബോഗി, വില്ലത്തിയും കുട്ടികളും നിൽക്കുന്ന ബോഗി മറ്റൊരു സ്ഥലത്തേക്കായിരിക്കും പോവുക. എന്നാൽ അടുത്ത ബോഗിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പെണ്ണ് കാണുന്നത് ബോഗി വേർപെടുത്താനായി ഒരുത്തൻ അവിടെ ഇരിക്കുന്ന അവൻ ഒരു ഒറ്റ ചവിട്ടിന് തെറിപ്പിച്ച് കളയും. ഇതേ സമയം വില്ലത്തി വാക്കി ടോക്കിയിൽ ബോഡി വേർപെടുത്താൻ പറയുന്ന നേരം അവൻ അവിടെ ഇല്ലല്ലോ. അവൾ പെട്ടെന്ന് തന്നെ അടുത്ത ആളോട് അവൻ അവിടെ ഉണ്ടോന്ന് ചെക്ക് ചെയ്യാനായി പറയും. എന്നാൽ അപ്പോഴേക്ക് നമ്മുടെ പെണ്ണ് ആ ബോഗിയിൽ കയറി. എന്നാൽ വില്ലത്തി അവളെ കാണുന്ന നേരം, എടി നീ ഇവിടെ എത്തിയോന്ന് ചോദിച്ച് പിന്നെ അടിയാണ്. രണ്ടുപേരും പെരുത്ത ഫൈറ്റാണ്. നമ്മൾ നേരത്തെ കണ്ടാണ് സുസുമി എത്ര കാര്യമായിട്ട് ഫൈറ്റ് ചെയ്താലും വില്ലത്തി എത്ര കാര്യമാക്കാതെയാണ് ഫൈറ്റ് ചെയ്യുക, തിരിച്ച് സിമ്പിളായിട്ട് അടിച്ചിടും. എന്നാൽ അവളുടെ കയ്യിലുള്ള എല്ലാ അടികളും സുസുമി ഏറ്റുവാങ്ങും, ഒന്നും മിസ് ചെയ്യില്ല. എന്നാൽ അപ്പോഴാണ് ബോഗി വേർപെടുത്താൻ നിന്നവനെ തെരഞ്ഞു പോകുന്നവൻ അവൻ അവിടെ ഇല്ലാത്ത കാര്യം കാണാം. എന്നാൽ അതുകൊണ്ട് തന്നെ അവൻ അപ്പം തന്നെ ബോഗി വേർപെടുത്തി കളയും. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അവർ ആ ട്രാക്ക് മാറേണ്ട സ്ഥലത്ത് എത്തി. ട്രെയിൻ യഥാർത്ഥ വഴി കൂടെ പോകുന്ന നേരം അവിടെ നിന്ന ആളുകൾ ട്രാക്ക് മാറ്റി. ഇപ്പൊ ബോഗി മറ്റൊരു ഭാഗത്തേക്കാണ് പോകുന്നത്. എന്നാൽ ട്രെയിനൊപ്പം പോകുന്ന ബോഗിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന പോലീസുകാരൻ കാണുന്നുണ്ട് ബോഗി മറ്റൊരു വഴിയിലേക്ക് പോകുന്നത്. അവസാനത്തെ ബോഗി വേറൊരു വഴിക്ക് പോകുന്നത്. എന്നാൽ ഇവിടെ സുസുമി ഇപ്പോഴാണ് തിരിച്ചടിക്കാൻ തുടങ്ങുക. അവൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം അവൾ ഇത്രയും ഓടി വന്നല്ലേ, അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ക്ഷീണമുണ്ട് ഉള്ളിൽ. എന്നാൽ അവസാനം വില്ലത്തി അവൾ അടിച്ച് താഴിട്ട് കളയും. എന്നാൽ അപ്പോഴാണ് അവളുടെ അച്ഛൻ കയ്യിൽ കൊടുത്തിരുന്ന കമ്മലില്ലായിരുന്നോ പണയം വെക്കാൻ കൊണ്ട് ചെന്നിരുന്ന, അതും താഴെ വീഴുന്നത്. അത് കാണുന്ന വില്ലത്തി പറയും, ഇത് നീ നിന്റെ മകൾക്കായി വെച്ചതായിരുന്നോ, എന്നാൽ ഒരിക്കലും അത് അവൾ ഇനി കാണാൻ പോകുന്നില്ല, നീ ഇവിടം വരെ എത്തിയതിന്റെ വലിയ ഭാഗ്യം. എന്നാൽ ഈ കമ്മൽ സുസുമിക്ക് എങ്ങനെയാ കിട്ടിയെന്ന് വെച്ചാൽ അവളുടെ അച്ഛൻ അവളോട് പറഞ്ഞിരുന്നല്ലോ, അടിയും കൊണ്ട് താഴെ വീണ് കിടന്ന ആരും കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കാനായി വരില്ല, നിനക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന്. ആ ഒരു സമയം അവൾ ധൈര്യത്തിൽ എഴുന്നേറ്റ് വന്ന എന്റെ സുന്ദരി കുട്ടിക്ക് ഇത് സമ്മാനമായിട്ട് തരാൻ പോവാന്നും പറഞ്ഞു കൊടുത്ത കമ്മലാത്. അവൾ അതെടുത്ത് പോക്കറ്റിലിട്ട് പറയും, ഞാൻ ചിലപ്പോൾ വന്നത് ഒരു തെറ്റായിട്ടുള്ള സ്ഥലത്തായിരിക്കാം, പക്ഷെ നീ കൊണ്ടുവന്ന കുട്ടി മാറിപ്പോയി. പിന്നെ അവൾ അവളുടെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ ആരോഗ്യവും പുറത്തെടുത്താണ് ഫൈറ്റ് തുടങ്ങുക. അതുകൊണ്ട് തന്നെ വില്ലത്തിക്കും പിന്നെ പിടിച്ചിക്കാൻ പറ്റില്ല. അവരിപ്പോൾ കട്ടക്കാണ് നിൽക്കുന്നത്. അവസാനം ഒരു വഴിയില്ലാന്ന് മനസ്സിലാവുന്ന നേരം വില്ലത്തി അവളുടെ കത്തിയെടുക്കും. കത്തിയെടുത്താൽ പിന്നെ അവൾ സ്റ്റൈലും ഫൈറ്റാ. സുസുമി ആണെങ്കിൽ ഇതെല്ലാം അവളുടെ മകൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അടിക്കും ഇടിക്കും കുറച്ച് വെയിറ്റ് കൂടും, പവർ കൂടും. അവളുടെ കത്തി തിരിഞ്ഞു നിൽക്കുന്ന തക്കം നോക്കി വയറ്റിനേക്കിട്ട് ഒരു ഒറ്റ ചവിട്ട്. പിന്നെ അതെടുത്ത് അവളുടെ ബോഡിയിൽ അറഞ്ചം പുറഞ്ചം കുത്തി വെട്ടിമുറിക്കും. കഴുത്തിനോടൊരു കുത്തു കൊടുത്ത് അവിടെ ചവിട്ടി ചാടി കറങ്ങി കഴുത്തിന്റെ ഒരു ഒറ്റ അടി കൂടിയാണ്. ആ ഒരു ഒറ്റ അടിയിൽ തന്നെ അവൾ താഴെ വീണ് മരിച്ചു. അവിടെയെല്ലാം തിരയും നേരം അവിടെ ഉണ്ടായിരുന്ന ഒരു പെട്ടിയിൽ നിന്നും മകളെ കിട്ടും. അവൾ പുറത്തേക്ക് വരുമ്പോൾ തന്നെ അവൾക്ക് വലിയ സന്തോഷമായി, സുസുമിക്ക് സന്തോഷമായി. ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് ഒരിക്കലും എൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല എന്ന്. അതിന് അവൾ പറയും, നീ അങ്ങനെ വിചാരിച്ചാലും എനിക്ക് നിന്നെയല്ല ഏറ്റവും ഇഷ്ടം, എനിക്ക് നിന്നെ വിടാൻ പറ്റുമോ, നീ ധൈര്യമുള്ള ഒരു കുട്ടിയാന്ന് പറയുമ്പോൾ അവൾ പറയും, കൂടെ ഉണ്ടായിരുന്ന കുട്ടികളോട് എല്ലാവരോടും ധൈര്യമായിട്ടിരിക്കാൻ ഞാൻ പറഞ്ഞു, പക്ഷെ അവർക്ക് എല്ലാവർക്കും പേടിയാ. അമ്മ അവരെ കൂടെ വീട്ടിലേക്ക് എത്തിക്കുമോ എന്ന് ചോദിക്കുമ്പോഴാണ് ബാക്കി ഉണ്ടായിരുന്ന കുട്ടികൾ എല്ലാവരെയും അവിടെ കാണുക. നാട്ടിൽ നിന്നും ഇഷ്ടംപോലെ കുട്ടികളെയും കടത്തിയാണ് അവർ കൊണ്ടുപോകുന്നത്. എന്നാൽ അവർ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോഴാണ് ട്രെയിൻ നേരെ ചെല്ലുന്നത് ഈ കുട്ടികളെ എല്ലാവരെയും പിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന വലിയ ടീമിന്റെ അടുത്തേക്കാണ്. അവരുടെ കയ്യിലാണെങ്കിൽ തോക്കെല്ലാം പിടിച്ച് വലിയ ടീമാ. ബോഗി കാണുമ്പോൾ തന്നെ അതിലൊരുത്തം വാക്കി ടോക്കിയിൽ, മേഡം നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. എന്നാൽ മേഡം ഒക്കെ എപ്പോഴേ മരിച്ചുപോയ കാര്യം അവർക്കറിയില്ലല്ലോ. എന്നാലും ഇതിപ്പോൾ എന്തായിരിക്കും എന്നറിയാൻ അതിലൊരുത്തൻ മാത്രം ബോഗിയുടെ അകത്തേ കയറി ചെല്ലും. എന്നാൽ അകത്തേ നിന്ന് എന്തോ ഒരു ടപ്പേ എന്നുള്ള ശബ്ദമാണ് കേൾക്കുക. പിന്നെ അവനെ പുറത്തേക്ക് കാണുന്നില്ല. അവരെല്ലാവരും എന്തോ ഒരു പണി വരാൻ പോകുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോഴേക്ക് നമ്മുടെ ലേഡി ചാടി വന്ന് അവരുടെ ഗണ്ണും പിടിച്ച് പിരുത്ത ഫൈറ്റാണ്. പിന്നെ എല്ലാത്തിന്റെ കയ്യിലും മെഷീൻ ഗൺ ഉണ്ട്. എന്നാൽ അതൊന്നും അവളുടെ നേർക്ക് പൊട്ടിക്കാൻ അവൾ സമ്മതിക്കില്ല. അതെല്ലാം പിടിച്ചു വെച്ച് കാലുകൊണ്ട് ഓരോന്നിനും അടിച്ച് താഴെയിടും. എന്നാൽ ഒരു 10 സെക്കൻഡ് കൊണ്ട് എല്ലാം താഴെ വീണു. പെട്ടെന്നാണ് ഒരുത്തൻ
തന്നെ അവളെ ഷൂട്ട് ചെയ്യുക. അവൾ താഴെ വീണ് കിടക്കുന്ന നേരം അവനും വേച്ച് മെല്ലെ എഴുന്നേറ്റ് വരും. അവനും മനസ്സിലായിട്ടില്ല ഇത്രയും പെട്ടെന്ന് ഇതിപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന്. അവൻ അവളുടെ തലക്കിട്ട് പൊട്ടിക്കാൻ നിൽക്കുമ്പോഴേക്ക് നമ്മുടെ പോലീസുകാരൻ അവനെ ഷൂട്ട് ചെയ്ത് താഴെ ഇട്ടു. പോലീസുകാരൻ അവന്റെ പടയായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ സേഫാ, കുട്ടികളെല്ലാവരും സേഫാ. അങ്ങനെ ഓരോ കുട്ടികളെയായി അവർ റെസ്ക്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മകള് താഴേക്ക് ഇറങ്ങി വരിക. അവൾ കാണുന്നതാണെങ്കിൽ അമ്മ വീണ് കിടക്കുന്നതാണ്, ഷോട്ട് കൊണ്ട് വീണ് കിടക്കുന്നത്. അവൾ ഓടി വന്ന് അമ്മയെ വിളിക്കും. അമ്മ നിങ്ങൾ എന്താ കിടക്കുന്നത്, പെട്ടെന്ന് എഴുന്നേൽക്ക്, എന്നെ വിട്ട് പോവല്ലേ അമ്മ. എന്നാൽ സുസുമിയാണെങ്കിൽ ശ്വാസം പോലും അയക്കുന്നില്ല. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് ഇതെല്ലാം വലിയ ന്യൂസായി. പോലീസുകാരുടെ വർഷങ്ങളുടെ കഷ്ടപ്പാടാണ് ഇപ്പൊ ഇവിടെ തീർന്നിരിക്കുന്നത്. എന്നാൽ പോലീസുകാർ ഏറ്റവും കൂടുതൽ സഹായിച്ചത്, ഈ കേസിന് ഏറ്റവും കൂടുതൽ സഹായമായത് നമ്മുടെ സുസുമിയാണല്ലോ. അവളെക്കുറിച്ച് ന്യൂസിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. എന്നാൽ ഈ ന്യൂസ് ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് മകളാണെങ്കിൽ അതെന്റെ അമ്മയെക്കുറിച്ചാ പറയുന്നതെന്നെല്ലാം പറഞ്ഞ് അഭിമാനം കൊള്ളും. തുടക്കത്തിൽ തന്നെ അവൾ ഉപദ്രവിക്കാൻ വന്ന ഒരു പീക്കിരി പയ്യനില്ലായിരുന്നോ, അവനെല്ലാം ഇപ്പൊ അവളോട് നല്ല കൂട്ടാണ്. അങ്ങനെ അടുത്ത മുറിയിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ആങ്ങളെയും അതുവഴി പോകുന്ന കാണാം. എന്നാൽ ആ മുറിയിൽ തന്നെ അമ്മ കിടക്കുന്നുണ്ട്, സുസുമി കിടക്കുന്നുണ്ട്. അവൾക്ക് കൂടുതലൊന്നും പറ്റിയിട്ടില്ല. മകൾ ഓടിച്ചെന്ന് അമ്മയുടെ അടുത്തേക്ക് ചാടിയിരുന്ന് ചോദിക്കും, അമ്മ ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് പറയുന്ന നേരം അവൾ വീണ്ടും ചോദിക്കും, നിങ്ങൾ എനിക്ക് ഫൈറ്റ് പഠിപ്പിച്ചു തരുമോ? എന്നിട്ട് കുട്ടികളെ പിടിച്ച് കൊണ്ടുപോകുന്ന പോലെയൊക്കെ എനിക്ക് ഇടിക്കണം. അവരൊരിക്കലും പിന്നെ കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകാൻ പാടില്ല. എനിക്ക് അമ്മയെപ്പോലെ ഒരു ഹീറോയിൻ ആവണം. സുസുമി ചിരിച്ചോണ്ട് ചോദിക്കും, നിനക്ക് മാർഷൽ ആർട്സ് ആണോ പഠിക്കണ്ടേ? അത് എനിക്ക് അത് തന്നെ പഠിക്കണം. അങ്ങനെയാണ് നിനക്ക് നല്ല മനഃശക്തിയും തളരാത്ത മനസ്സും വേണമെന്ന് അവൾ പറയുന്നിടത്ത് ഫ്യൂരി എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഈ സിനിമ ഇത്രയ്ക്കും ഗംഭീരമാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ സിനിമ ഞാൻ കാണാനുള്ള കാരണം, ഇത് സെർച്ച് ചെയ്തപ്പോൾ ഇതിന്റെ ട്രെയിലറിൽ സുസുമി ബൈക്കിൽ നിന്ന് അടി ഉണ്ടാക്കുന്ന ഒരു സീനില്ലേ, ചക്ക കൊണ്ട് അടി കിട്ടിയ ചേട്ടൻ വെട്ടുകത്തിയായിട്ട് അവളെ വെട്ടാൻ വരുന്ന ആ സീൻ, ആ ഒരൊറ്റ സീൻ കണ്ടാണ് ഞാൻ ഈ സിനിമ കണ്ടത്. ഏതായാലും ഇഷ്ടമായി. ഫൈറ്റിന്റെ കാര്യത്തിൽ ജാപ്പനീസുകാരാണെങ്കിലും കൊറിയക്കാരാണെങ്കിലും ചൈനക്കാരാണെങ്കിലും തായ്ലൻഡുകാരാണെങ്കിലും വിയറ്റ്നാംകാരാണെങ്കിലും ഒരുപോലെയാ, പേരുത്ത ഫൈറ്റാണ്. എന്തായാലും നമ്മൾ ഇന്ന് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാത്തവർ മറക്കാതെ കമന്റ് കൂടെ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. എന്നാൽ പിന്നെ നല്ലൊരു സിനിമയായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.